ബജാജിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ് ആണ്. ബജാജിൻ്റെ CNG ബൈക്കിൻ്റെ പ്രൈസ് അവരിപ്പം കുറച്ചിട്ടുണ്ട്. ബജാജ് അങ്ങനെ പ്രൈസ് കുറക്കാറില്ല. ബജാജിൻ്റെ 2024 ഇറങ്ങിയ ബെസ്റ്റ് ബൈക്കിലൊന്നാണ് ഈ ഒരു ഫ്രീഡം 125. ഇതൊരു CNG ബൈക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല വേൾഡിലെ തന്നെ ഫസ്റ്റ് CNG ബൈക്കാണ്. ആ ഒരു CNG ബൈക്ക് നിർമ്മിച്ച ബ്രാൻഡും കൂടി ബജാജ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഈ ഒരു ബൈക്കിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം സെയിൽസ് ഒക്കെ നടക്കുന്നുണ്ട്. മെയിനായിട്ട് കമ്മ്യൂട്ടിങ്ങിന് വേണ്ടി തന്നെയാണ് ഈ ഒരു ബൈക്കിനെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഡെയിലി യൂസിനും പിന്നെ സിറ്റി യൂസിനൊക്കെ പറ്റിയുള്ള ബൈക്കും കൂടിയാണ്. വണ്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡിസൈൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു കമ്മ്യൂട്ടിംഗ് സെഗ്മെൻറ്റിൽ തന്നെ ബെസ്റ്റ് ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു 125cc ബൈക്കാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ കാണാനും അത്യാവശ്യം നല്ല രസമുള്ള ബൈക്കും കൂടിയാണ്. വണ്ടിക്ക് ഫ്രണ്ടിൽ ഒരു ടെലിസ്കോപ്പിക് ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ ഷോക്കാണ്. 170 mm ആണ് വണ്ടീൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇനി സീറ്റ് ഹൈറ്റ് നോക്കുവാണെങ്കിൽ 825 mm ആണ്. കുറച്ച് സീറ്റ് ഹൈറ്റ് കൂടുതലുള്ള മോഡലാണിത്. വണ്ടി ഫോട്ടോസിലൊക്കെ കാണാൻ ചെറിയ ബൈക്കാണെങ്കിൽ നേരിട്ട് കാണുമ്പോൾ കുറച്ച് വലുപ്പത്തിലുള്ള മോഡൽ തന്നെയാണ്. പിന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല വെയിറ്റും വരുന്നുണ്ട്. വെയിറ്റ് വരാൻ കാരണം ഒന്ന് CNG ടാങ്ക് വണ്ടിക്കുണ്ട്. വലിയൊരു സീറ്റാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 മാത്രമല്ല 3 4 എടുക്കാൻ പറ്റുന്ന സീറ്റാണ്. ഇതൊരു CNG ബൈക്കാണ്. ഈ ഒരു CNG ടാങ്ക് കൊടുത്തിട്ടുള്ളത് സീറ്റിൻ്റെ അടിയിലാണ്. 2 ഫ്യൂൽ വെച്ചിട്ടാണ് മെയിനായിട്ട് വണ്ടി ഓട്ടാൻ പറ്റുന്നത്. ഒന്ന് CNGയിലും പെട്രോളും. നമുക്ക് പെട്ടെന്ന് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ CNG നിന്നും പെട്രോളിലേക്ക് ഒരു സ്വിച്ചിൽ തന്നെ വണ്ടി മാറ്റാനും പറ്റും. ഈ ഒരു CNG ടാങ്കിൻ്റെ കപ്പാസിറ്റി 2 kg ആണ്. പെട്രോൾ ടാങ്ക് ആണെങ്കിൽ 2 ലിറ്ററുമാണ്. ഈ ഒരു മോഡലിന് കുറച്ച് വെയിറ്റ് കൂടാൻ കാരണം CNG ടാങ്കിൻ്റെ വെയിറ്റ് ഏകദേശം ഒരു 14 to 16 kg വരുന്നുണ്ട്. പിന്നെ പെട്രോൾ ടാങ്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വണ്ടിക്ക് കുറച്ച് വെയിറ്റ് കൂടാൻ കാരണം. ഇനി ഈ ഒരു ബൈക്കിന് മൈലേജ് നോക്കാം. പെട്രോൾ ആണെങ്കിൽ 2 ലിറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 1 ലിറ്റർ തന്നെ ഏകദേശം നമുക്കൊരു 60 to 65 km/ലിറ്റർ ആയിട്ട് നമുക്ക് മൈലേജ് കിട്ടും. ഇപ്പോൾ 2 ലിറ്റർ പെട്രോൾ അടിച്ചാൽ ഏകദേശം ഒരു 120 km മുകളിൽ തന്നെ വണ്ടി നമുക്ക് ഓടാൻ പറ്റും. പെട്രോളിന് ഒരു 107 രൂപയാണെങ്കിൽ CNGക്ക് ഒരു 90 രൂപയാണ് 1 കിലോന് വരുന്നത്. അപ്പോൾ 2 ലിറ്റർ പെട്രോൾ 2 kg CNG യൂസ് ചെയ്യലാണെങ്കിൽ ഏകദേശം ഒരു 300 രൂപയായിരിക്കും നമുക്ക് എമൗണ്ട് വരുന്നത്. ആ ഒരു 300 രൂപയ്ക്ക് ഏകദേശം ഒരു 300 കിലോമീറ്ററോളം നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് മൈലേജ് ഉള്ള ഒരു ബൈക്കാണ് നമ്മുടെ ഫ്രീഡം 125. അടുത്ത കാര്യം ഈ ഒരു ബൈക്കിൻ്റെ സേഫ്റ്റിനെ കുറിച്ചാണ്. CNG ടാങ്ക് ഡയറക്റ്റ് നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടിയുണ്ടാവും ഇത് പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള കാര്യമൊക്കെ. പക്ഷേ ബജാജ് ഏകദേശം ഒരു 11ഓളം ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് ഈ ഒരു ബൈക്കിൻ്റെ ഒരു സേഫ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ. അതിൽ അവർ ക്രാഷ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു ട്രക്കൊക്കെ കയറ്റിയിട്ട് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ബജാജ് അത്രയും കോൺഫിഡൻസോടെയാണ് അത്രയും ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുള്ളത്. സേഫ്റ്റീൻ്റെ കാര്യത്തിൽ അവർ അത്രയും ഉറപ്പ് തരുന്നുണ്ട്. മാത്രമല്ല 2 വർഷം കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്യാനുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട്. ഈ ഒരു CNG ടാങ്ക് വണ്ടീൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതൊരു 125cc എയർ കൂൾ എഞ്ചിനാണ്. മാക്സിമം പവർ എന്ന് പറയുന്നത് 9.3 bhp ആണ്. അത് 8000 RPM-ലാണ്. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 9.7 Nm ഓഫ് ടോർക്ക് 5000 RPM-ലാണ്. വണ്ടീൻ്റെ മാക്സിമം ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 105 ആണ്. ഇതൊരു വൈബ്രേഷൻ ഒന്നും ഇല്ലാണ്ട് ഓടാൻ പറ്റുന്ന ഒരു സ്പീഡ് എന്ന് പറയുന്നത് 80 ആണ്. CNGയിൽ ഓട്ടുമ്പോൾ ചെറിയൊരു പവർ ലോസ് പോലെ തോന്നും. പെട്രോളിലാണെങ്കിൽ നല്ലൊരു പുള്ളിങ് ഒക്കെ വണ്ടി കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വാല്യൂ ഫോർ മണി ബൈക്കാണ് ബജാജിൻ്റെ ഫ്രീഡം 125. അടുത്ത കാര്യം വണ്ടീൻ്റെ പ്രൈസിംഗ് ആണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വണ്ടീൻ്റെ പ്രൈസ് അവരിപ്പം കുറച്ചിട്ടുണ്ട്. നിലവിൽ 10,000 rupees വണ്ടിക്ക് അവർ കുറച്ചിട്ടുള്ളത്. അപ്പോൾ 3 വേരിയൻറ്റിലാണ് വണ്ടി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് 90,000 രൂപ, പിന്നെ 99,000 രൂപ. ടോപ്പ് വേരിയൻറ്റ് 110 ആണ്. 1,10,000 രൂപയാണ്. നിങ്ങളൊരു ഡെയിലി യൂസ് അല്ലെങ്കിൽ സിറ്റി യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു CNG ബൈക്ക് എടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും.